കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റ് വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് പദ്ധതിയുടെ വിതരണോദ്ഘാടനം പേരാവൂർ താലൂക്ക് ആശുപത്രിയിൽ അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ആദ്യ സമ്മാനമായി ബേബി കിറ്റുകൾ വിതരണം ചെയ്യുന്ന കേരള വിഷന്റെ പദ്ധതിയാണ് എന്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. ഡിസംബർ 12 വ്യാഴാഴ്ച പേരാവൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന വിതരണോദ്ഘാടനം പേരാവൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് നിർവഹിച്ചു. പേരാവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K. സുധാകരൻ മുഖ്യാതിഥിയായിരുന്നു. COA ജില്ലാ പ്രസിഡന്റ് ജയകൃഷ്ണൻ അധ്യക്ഷനായ ചടങ്ങിൽ COA ജില്ലാ ജോയിന്റ് സെക്രട്ടറി സണ്ണി സെബാസ്റ്റ്യൻ സ്വാഗതം പറഞ്ഞു. ജിപ്സ് സോളാർ MT നിതീഷ് CV ആദ്യ കിറ്റ് വിതരണം ചെയ്തു. പേരാവൂർ താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ സഹിന AK കിറ്റ് ഏറ്റുവാങ്ങി. പേരാവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP വേണുഗോപാലൻ, കേരള വിഷൻ ന്യൂസ് MD പ്രജേഷ് അച്ചാണ്ടി, COA ജില്ലാ സെക്രട്ടറി MR രജീഷ്, COA ഇരിട്ടി മേഖലാ പ്രസിഡന്റ് K. പ്രമോദ്, എന്റെ കൺമണിക്ക് ജില്ലാ കോർഡിനേറ്റർ വിനീഷ് കുമാർ തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. COA ഇരിട്ടി മേഖലാ സെക്രട്ടറി സന്ദീപ് പരിപാടിക്ക് നന്ദി പറഞ്ഞു. മലയാളികളുടെ മനസ്സിന്റെ അംഗീകാരം നേടിയിട്ടുള്ള വാർത്താവിതരണ വിനിമയ രംഗങ്ങളിലെല്ലാം ആധുനികമായ ശൈലി സ്വീകരിച്ചിട്ടുള്ള മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ്. അതിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് അതിന് താല്പര്യമുള്ള മറ്റാളുകളെയും ചേർത്ത് ഓർത്തിണക്കിക്കൊണ്ട് ഇങ്ങനെയുള്ള കൺമണിക്ക് ഒരു ഗിഫ്റ്റ് അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു പേരോടുകൂടി ഇവിടെ ആവിഷ്കരിക്കുന്നത്. സ്നേഹ സമ്മാനം എന്ന അർത്ഥത്തിൽ തന്നെ എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ്. കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഏറ്റവും അത്യാവശ്യം വേണ്ട കുട്ടിയുടെ പരിചരണത്തിന് ആവശ്യമായി വേണ്ട സാധനങ്ങൾ വാങ്ങുന്നതിന് ആളുകൾ കടകളിലേക്കും ഒക്കെ പോകുന്ന സന്ദർഭങ്ങൾ പലപ്പോഴും ഉണ്ട്. എന്നാൽ ആദ്യത്തെ സമ്മാനം ആദ്യത്തെ സമ്മാനം കേരള വിഷൻ അറേഞ്ച് ചെയ്യുന്നു. അത് താലൂക്ക് ആശുപത്രികളിൽ, ഗവൺമെന്റ് ആശുപത്രികളിൽ എന്നത് വളരെ സന്തോഷകരമാണ്, സാധാരണമാണ്. സൂപ്രണ്ട് പറഞ്ഞത് ഇവിടെ ആശുപത്രിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് നേരിട്ട് ഒരു കുട്ടിക്ക് വേണ്ടി അതിന്റെ രക്ഷിതാക്കളുടെ, അമ്മയുടെ അല്ലെങ്കിൽ കുട്ടികളുടെ പരിചാരകരുടെ കയ്യിൽ കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് സൂപ്രണ്ടിനെ ഏൽപ്പിക്കുകയാണ്. നല്ലൊരു സ്കീം തന്നെയാണ്. കുട്ടികൾ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. അത് വെഡ്സ്വർത്തിന്റെ വാക്കുകൾ തന്നെയാണ്. ചൈൽഡ് ഈസ് ദ ഫാദർ ഓഫ് മാൻ. കുട്ടികളുടെ പരിചരണം, അവരുടെ വളർച്ച, അതിനുവേണ്ടി മനുഷ്യർ എത്രയോ അധ്വാനിക്കുന്നു. ഏറ്റവും അധ്വാനിക്കുന്ന മനുഷ്യർ തന്നെയാണ്. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ, അതുപോലെ തന്നെ കേരള വിഷൻ എന്ന ബ്രാൻഡിൽ അറിയപ്പെടുന്ന ഞങ്ങളുടെ പ്രസ്ഥാനം ഒരു അഭിമാനകരമായ ഒരു ചുവടുവയ്പ്പാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നും ഇന്ത്യയിൽ തന്നെ മാതൃകയായിട്ടുള്ള കേരളത്തിൽ അത് ബഹുദൂരം മുന്നിൽ നിൽക്കുകയും ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്താണേലും ഡിജിറ്റൽ TV രംഗത്താണെങ്കിലും ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഇന്ന് കേരള വിഷൻ എന്ന ബ്രാൻഡ് പേരിൽ അറിയപ്പെടുന്നത്. അത് ഇന്ത്യയിൽ തന്നെ 6ാമത്തെ സ്ഥാനത്ത് ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും ഡിജിറ്റൽ വിതരണ രംഗത്തും 5ാം സ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതൊരു നമുക്ക് പെട്ടെന്നട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിലും അത് കേരളത്തിൽ നിന്ന് ഉടലെടുത്ത ഒരു സംരംഭം അന്ന് ഇന്ത്യയിൽ തന്നെ ഏറെ ശ്രദ്ധേയമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത് എന്നുള്ളത് ഓർപ്പിക്കാതിരിക്കാൻ പറ്റില്ല. അത്ര വിവിധമായ രീതിയിൽ ഏറ്റെടുത്തിരിക്കുന്ന പ്രധാനപ്പെട്ട 2 മേഖലകളിലും ബ്രോഡ്ബാൻഡ് വിതരണ രംഗത്തും ഡിജിറ്റൽ രംഗത്തും നിലവിൽ അത് ബഹുദൂരം മുന്നിലാണെന്നും ജനങ്ങളുടെ ആ വിഷയങ്ങൾ അറിഞ്ഞുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ല സേവനം നൽകിക്കൊണ്ട് ഏറ്റവും കുറഞ്ഞ താരിഫിൽ ഏറ്റവും നല്ല സേവനം നൽകുന്ന ഒരു പ്രസ്ഥാനം എന്നുള്ള കൊണ്ട് തന്നെയാണ് ഞങ്ങളിന്ന് ഈ പ്രസ്ഥാനത്തിലേക്ക് മുന്നിൽ നിങ്ങൾ ജനങ്ങളുടെ മുഴുവൻ സപ്പോർട്ടും നേടിക്കൊണ്ട് തന്നെ മുന്നിലോട്ട് പോകുന്നതും ഇന്ന് അത് നിലനിൽക്കുന്നതും മറ്റു കാര്യങ്ങളിലേക്ക്, മറ്റു സാമൂഹിക പ്രതിബദ്ധതയുള്ള മറ്റു കാര്യങ്ങളിലേക്ക് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ജിപ്സ് സോളാർ എന്ന് പറയുന്നത് ഇന്ന് കണ്ണൂരിൽ നിന്ന് തുടങ്ങി കേരളം മുഴുവൻ സോളാർ വിതരണ രംഗത്ത് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കമ്പനിയാണ്. കേരളത്തിൽ നിന്ന് സൗത്ത് ഇന്ത്യയിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ എൻ്റെ കൺമണിക്ക് ആദ്യ ഗിഫ്റ്റ്, ഫസ്റ്റ് ഗിഫ്റ്റ് എന്ന് പറയുന്ന പ്രോഗ്രാം ആദ്യമായി അറിയുന്നത് കേരള വിഷൻ ചാനലിന്റെ ന്യൂസ് ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ പ്രജേഷ് സാറ് പറഞ്ഞപ്പോഴാണ്. അപ്പൊ തന്നെ എനിക്ക് തോന്നിയതാണ് ഇതിനകത്ത് ഞങ്ങൾക്കും പങ്കെടുക്കണം, ഞങ്ങൾക്കും പങ്കാളിയാവണം. കാരണം ഞാനിപ്പോൾ ഒരു കുട്ടിയുടെ അച്ഛനാണ്, ഒരു വയസ്സാണ് എൻ്റെ മകനായിരിക്കുന്നത്. ഒരു കുട്ടി ജനിക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ബെസ്റ്റാണ്
കുട്ടികൾക്ക് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമ്മൾ കൊടുക്കുക. അപ്പോൾ കേരള വിഷന്റെ ഇനീഷ്യേറ്റീവിൽ വന്നിരിക്കുന്ന ഈ പ്രോഗ്രാം സാധാരണക്കാരായ ആൾക്കാരുടെ കുട്ടികൾക്ക്, ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ജനിക്കുന്ന കുട്ടികൾക്ക് ആദ്യ ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പൊ എനിക്ക് തോന്നുന്നു പേരാവൂർ ഒരു മേഖല എടുത്തു കഴിഞ്ഞാൽ സാധാരണക്കാർ വരുന്ന ഒരു മേഖലയാണ്. അപ്പൊ ഇതിൽ പങ്കാളികളാവണം. എവിടെ പങ്കെടുക്കണം? നമ്മുടെ സ്വന്തം നാടായ കണ്ണൂർ ജില്ല തന്നെ വേണം തീരുമാനിച്ചു. പിന്നെ ജില്ലയിലെ ഏത് മേഖല വേണം എന്ന് വന്നപ്പോൾ ഞങ്ങൾ ഒന്നും നോക്കാതെ സെലക്ട് ചെയ്തത് പേരാവൂറാണ്. കാരണം ജബ്സിന്റെ വളർച്ചയിൽ നിർണായക പങ്ക് വഹിച്ച ഒരു സ്ഥലമാണ് പേരാവൂർ. ഈ മേഖലയിലാണ് നമ്മൾ ബിസിനസ്സുകളും പ്രൊജക്റ്റുകളും കൊണ്ട് വളർന്നു തുടങ്ങിയത്. നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളതും പേരാവൂർ കേരളം മേഖലയാണ്. അതുകൊണ്ടാണ് ഈ ഇനീഷ്യേറ്റീവിന് നമ്മൾ പേരാവൂർ തിരഞ്ഞെടുക്കുന്നത്. ഇത് നമ്മുടെ തുടക്കമാണ്. കേരള വിഷനുമായിട്ട് സഹകരിച്ച് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കേരള വിഷന്റെ എല്ലാ സാമൂഹിക പ്രതിബദ്ധതയുള്ള ചടങ്ങുകളിലും ഞങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകും. ഈ ഒരു പ്രോഗ്രാം ഇനീഷ്യേറ്റീവ് എടുത്ത കേരള വിഷന്റെ ഓർഗനൈസേഴ്സിന് ജബ്സിന്റെ പേരിലുള്ള നന്ദിയും അഭിനന്ദനവും പറയുകയാണ്. ഏറ്റവും വലിയ ഒരു കാരുണ്യ പദ്ധതിയാണ് എൻ്റെ കൺമണിക്ക് ഫസ്റ്റ് ഗിഫ്റ്റ് എന്നുള്ള പദ്ധതി. കേരളത്തിൽ സർക്കാർ ഹോസ്പിറ്റലിൽ ജനിക്കുന്ന 86 സർക്കാർ ഹോസ്പിറ്റലിൽ ഏതാണ്ട് 1,12,000-ഓളം പ്രസവങ്ങൾ നടക്കുന്നു. ഇത്രയും കുട്ടികൾക്ക് സൗജന്യമായി അവർക്ക് ആദ്യ സമ്മാനം, ഇവിടെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഒരാളുടെ ജീവിതത്തിൽ ആദ്യമായി ലഭിക്കുന്ന ഒരു ഗിഫ്റ്റ് നമ്മൾ മുഖാന്തരം നൽകുക, അതും അർഹരായ ആളുകൾക്ക് നൽകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആസൂത്രണം ചെയ്തത്. ഇവിടെ നിതീഷ് പറഞ്ഞതുപോലെ, അതുപോലെ സൂപ്രണ്ട് സൂചിപ്പിച്ചപോലെ ഈ പേരാവൂർ ഹോസ്പിറ്റലാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി സന്തോഷമുണ്ട്. കാരണം ഇതൊരു എന്തായാലും അർഹരായ ആളുകളാണ് ഇവിടെ വന്ന് പ്രസവിക്കുന്ന ആളുകൾ. പ്രത്യേകിച്ച് നമ്മൾ എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ നമ്മൾ ഈ പദ്ധതിയായി പോകുമ്പോഴേ, എറണാകുളം ഗവൺമെന്റ് ഹോസ്പിറ്റൽ എന്നൊക്കെ പറയുന്നത് ഇന്ന് ആ ആശുപത്രിയൊക്കെ ഇന്റർനാഷണൽ ലെവലിലുള്ള അത്രയും സാങ്കേതികമായും അതുപോലെ എല്ലാ വിഭാഗത്തിലെ ആളുകളും പ്രസവത്തിനായി സെലക്ട് ചെയ്യുന്ന ഹോസ്പിറ്റലാണ്. അവിടെ ചിലപ്പോൾ ഈ ബെഡ് വാങ്ങാൻ പറ്റുന്ന ആളുകളെക്കാൾ ബെഡ് വാങ്ങാൻ പറ്റുന്ന ആളുകളാണ് ഭൂരിഭാഗം. പക്ഷെ ചിലപ്പോൾ നമുക്ക് ഇത്ര ഏരിയകളിലേക്ക് പോകുമ്പോൾ ഇത് അവര് അർഹരായ ആളുകൾക്ക് തന്നെ നൽകാൻ സാധിക്കുന്നു എന്നുള്ള ഒരു സന്തോഷം കൂടി പേരാവൂർ നൽകുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം. ഇവിടെ ഇന്ന് നടക്കാൻ പോകുന്ന എൻ്റെ കൺമണിക്ക് ആദ്യ ഗിഫ്റ്റ് സ്വാഭാവികമായിട്ടും എനിക്ക് തോന്നുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രോഗ്രാം കേരളത്തിൽ ആദ്യമായിട്ടായിരിക്കും കേരള വിഷൻ ചാനൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ ജനിച്ചു വീഴുന്ന ഓരോ പിഞ്ചു കുഞ്ഞിനും ആദ്യത്തെ ഗിഫ്റ്റ് കേരള വിഷൻ്റെ ഭാഗമായി നൽകണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരൊരു പദ്ധതിക്ക് ഞങ്ങൾ രൂപം കൊടുത്തത്. നമുക്കറിയാം, സാധാരണ ബേബി കിറ്റ് എന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റുകളിൽ വാങ്ങാൻ കിട്ടുന്ന ഉൽപ്പന്നങ്ങളുടെ ക്വാളിറ്റി, കേരള വിഷൻ കൊടുക്കുന്ന ഈ ബേബി കിറ്റിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണനിലവാരമുള്ളതും ആരോഗ്യവകുപ്പിൻ്റെ പൂർണ്ണമായിട്ടുള്ള അംഗീകാരത്തോടുള്ള ഏറ്റവും ഹൈജീനായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ കേരളത്തിൽ ജനിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകൾ താലൂക്ക് ആശുപത്രി ആയാലും ഗവൺമെൻറ് ആശുപത്രിയൊക്കെ ആശ്രയിക്കുന്നത് സാധാരണക്കാരാണെന്ന് നമുക്കറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് കയ്യിൽ നിന്നും കാശ് കൊടുത്ത് വാങ്ങാൻ അല്ലെങ്കിൽ അതിന് കഴിയാത്ത രീതിയിലുള്ള ഒരു വാല്യൂള്ള പ്രൊഡക്റ്റാണ് ഈ പദ്ധതിയുടെ ഭാഗമായി സമ്മാനമായിട്ട് നൽകുന്നത്. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജനറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. മുഴുവൻ എടുത്തു വെച്ചില്ലേ? അതെന്ത് ചോദ്യാന്ന്? ആരെങ്കിലും ഒട്ടുപാലം എടുക്കാണ്ടിരിക്കുക? നിങ്ങളിങ്ങനെ ഒട്ടുപാലം കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് ഇരുന്നോ. എന്റെ മനുഷ്യ ഈ റബ്ബർ ഷീറ്റ് ഇങ്ങനെ കുന്നുകൂട്ടിട്ട് എന്തോ ഉണ്ടാക്കാനാ? എന്നെ എന്തായാലും മതി, എന്റെ ഷീറ്റിനെ കളിച്ച് എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നീ. അത് കറക്റ്റ്. ഉള്ള സമയത്ത് ഇതൊക്കെ ഒന്ന് തൂക്കി വിട്ടിട്ട് കാശൊന്നും കൊണ്ടെത്താ മനുഷ്യ. MS ഗോൾഡ് പോയി കുറച്ച് സ്വർണ്ണം വാങ്ങട്ടെ. അത് യോറിന് എന്ത്? ഇതിന്റെയൊക്കെ വില എപ്പോഴാ കുത്തിനെ വീഴുന്ന ആർക്കറിയാം മനുഷ്യ. സിസിലി ആ പറഞ്ഞത് നേരാണ്. റബ്ബർ ഷീറ്റിന്റെ വില സ്ഥായിയല്ല, എപ്പോ വേണമെങ്കിലും താഴേക്ക് പോകാം. പക്ഷെ സ്വർണത്തിന്റെ വില അങ്ങനെയല്ല,
അത് റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പറഞ്ഞു കൊടുക്കും മാഷേ. മാത്രവുമല്ല MS ഗോൾഡിന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല. എന്റെ പുടിയെ MS Gold and Diamonds, ഇരിട്ടി, പേരാവൂർ, രാമനഗര, കനകാപുര, the real source of purity.